വളരെ പ്രൗഡ് മൊമെന്റിലാണ് ഞാനിപ്പോൾ ഇവിടെ ഇരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഹോമിയോപ്പതിയുടെ ബ്യൂട്ടി മനസ്സിലാക്കി തരുന്ന ഒരു കേസ് നിങ്ങളുമായിട്ട് ഇന്ന് ഷെയർ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് കേട്ടോ. ഈ പേഷ്യൻ്റ് എൻ്റെ അടുത്ത് വരുന്നത് കുറേ നാൾക്ക് മുന്നേ ആണ്, ഏകദേശം നിയർലി ഒരു 1 ഇയർ മുന്നേ ആണെന്ന് തോന്നുന്നു നമ്മൾ കാണുന്നത് അല്ലേ. അന്ന് വരുന്ന സമയത്ത് ഫസ്റ്റ് വിസിറ്റ് തന്നെ വളരെ ടെൻഷൻ അടിച്ച് ഭയങ്കര വിഷമിച്ചൊരവസ്ഥയിലാണ് വരുന്നത്. തൊണ്ടയിൽ മുഴയായിട്ടായിരുന്നു വന്നിരുന്നത്. അതൊരു സിംഗിൾ നൊഡ്യൂളായിരുന്നു. ടിറാഡ് 3 ഗ്രേഡിങ്ങിൽ കാണിച്ചിരുന്നത്. FNAC ചെയ്തപ്പോഴും ടിറാഡ് 3ലേക്ക് പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ മാലിഗ്നൻസിയുടെ ലക്ഷണങ്ങൾ അധികമായിട്ട് അതിനകത്ത് കാണിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ കാണിച്ച ഡോക്ടർ അടുത്തൊരു ഫോളോ അപ്പ് സ്കാൻ ചെയ്യാം, എന്നിട്ട് അത് സർജറി വേണോ വേണ്ടോ എന്ന് ഡിസൈഡ് ചെയ്യാം എന്ന് പറഞ്ഞു വെച്ചിരുന്നൊരു കേസാണ്. അപ്പോൾ സർജറി എന്ന് കേൾക്കുമ്പോൾ തന്നെ, അതും തൊണ്ടയിൽ ഒരു സർജറി എന്ന് കേൾക്കുമ്പോൾ തന്നെ സ്വാഭാവികമായും എല്ലാവരും ഒന്ന് പേടിക്കും. അങ്ങനെ എൻ്റെ അടുത്ത് വന്നതാണ്. നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് കേസ് എടുത്തു. അതിനുശേഷം മെഡിസിൻസ്, ഒരു മെന്റൽ സപ്പോർട്ടും ഒക്കെ കൊടുത്തു. മെഡിസിൻസ് സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ എന്താ ചെയ്യുക വെച്ചാൽ ഓരോ 3 മാസം കൂടുമ്പോഴും നമ്മൾ സ്കാൻ ചെയ്യും. ആ സ്കാനിങ്ങിന് തന്നെ അടുത്തൊരു 3 മാസത്തിൽ തന്നെ ടിറാഡ് 3യിൽ നിന്നും അത് 2ലേക്കായി. അപ്പോൾ തന്നെ പേഷ്യന്റിന് ഒരു കോൺഫിഡൻസ് ആയി, നമുക്കും ഒരു കോൺഫിഡൻസ് ആയി, കേസ് കയ്യിൽ നിൽക്കും എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാവുന്നു. കൂടെ തൈറോയിഡിന്റെ ആന്റിബോഡീസ് പോസിറ്റീവ് ആയിരുന്നു. അപ്പോൾ അതും കൺട്രോൾ ചെയ്ത് അതിനും കൂടിയിട്ടുള്ള മെഡിസിൻസ് ആണ് കൊടുത്തു പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ എന്താ പറയുക, ശരിക്കും അടുത്ത ഒരു സ്കാൻ ചെയ്യുമ്പോൾ തന്നെ ശരിക്കും ഇതിനകത്തൊരു MNGയിലേക്ക്, അതായത് റൈറ്റിലും ലെഫ്റ്റിലും ഒരു സിംഗിൾ നൊഡ്യൂൾ അല്ലാതെ ചെറിയ ചെറിയ നൊഡ്യൂൾസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതെല്ലാം കംപ്ലീറ്റ് ആയിട്ട് ഓക്കെ ആയി. ഇന്നിപ്പോൾ അങ്ങനെ 3 മാസത്തെ സ്കാനിങ് എടുത്ത് തൊട്ട് മുന്നത്തെ സ്കാനിൽ റൈറ്റ് ലോബിൽ ഒരു ചെറിയൊരു മുഴ മാത്രമായിട്ട് മാറിയെങ്കിൽ ഇന്നിപ്പോൾ ഈ അടുത്ത് അത് കംപ്ലീറ്റ് ആയിട്ട് മാറി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആകെ ഇനി തൈറോയിഡൈറ്റിസിന്റെ ചെറിയൊരു വീക്കം മാത്രമേ തൊണ്ടയ്ക്കുള്ളൂ. എത്ര മനോഹരമായിട്ടാണ്, അതായത് കത്തി വെക്കാതെ മെഡിസിൻസിലൂടെ ആ ഒരു മുഴ മാറ്റിയെടുക്കാനായിട്ട് നമുക്ക് സാധിച്ചത്. അപ്പോൾ ശരിക്കും ഒത്തിരി സന്തോഷമില്ലേ? ഒരുപാട് സന്തോഷമുണ്ട്. ഞങ്ങൾക്കും ശരിക്കും പറഞ്ഞാൽ ഒരു പ്രൗഡ് കേസ് തന്നെയാണ്. അപ്പോൾ ഒത്തിരി സന്തോഷത്തോടു കൂടിയിട്ട് ഇന്ന് ഞങ്ങൾക്ക് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുള്ളത് ഈ ഒരു കേസാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഹോമിയോപ്പതി ചികിത്സയിൽ ഒരുപാട് പേർക്ക് ആശ്വാസമാകാൻ, സർജറി ഇല്ലാതെ തന്നെ നമ്മുടെ കയ്യിൽ നിൽക്കുന്നതാണെങ്കിൽ തീർച്ചയായിട്ടും മാറ്റിയെടുക്കാൻ സാധിക്കും. അപ്പോൾ ഞങ്ങളുടെ ഇതുപോലെയുള്ള കുഞ്ഞു വിശേഷങ്ങൾ കേൾക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും ഞങ്ങളെ ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കരുത്. താങ്ക് യു സോ മച്ച്.